പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചരിത്രത്തിലാദ്യമായി വെറും 4 വർഷക്കാലം അനധികൃതമായി ഒരു പൊതുസ്ഥലത്ത് കുടിയേറി താമസിച്ച കുടുംബങ്ങൾക്ക് ഏതാണ്ട് 7-8 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകുന്ന പുതിയ ഫ്ലാറ്റ് നൽകുന്നു. അതും നൽകുന്നതെന്നാ ഞാൻ സംസാരിക്കുന്നത് 30-ാം തീയതി. ഇത് നൽകാം എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ. എന്ന് വെച്ചാൽ റെഡിയായി കിടന്നിരുന്ന, എല്ലാം തയ്യാറായിരുന്ന 11,20,000 രൂപ സർക്കാർ മൂല്യം കൽപ്പിക്കപ്പെട്ട, അത് പിന്നീട് ഹൗസിംഗ് ബോർഡ് പല റേറ്റുകൾക്ക് വിൽക്കും, അത്രയും മൂല്യം കൽപ്പിക്കപ്പെട്ട കെട്ടിടങ്ങളാണ് ഇപ്പോൾ നൽകുന്നത്. ഈ കൈമാറ്റ സമയത്ത് കർണാടകയുടെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളിൽ കലർപ്പില്ലാത്ത മതേതരത്വം നിലപാട് അതൊക്കെ കൊണ്ട് ശ്രദ്ധേയനായ സിദ്ധാരാമയ്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പറയുന്ന വസ്തുതകൾ ഇത്രയും നാൾ പറഞ്ഞിരുന്ന വസ്തുതകൾക്ക് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത്രയും നാൾ പ്രചരിച്ചിരുന്ന പല വാർത്തകൾക്കും നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ സിദ്ധാരാമയ്യ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഔദ്യോഗികമായി തൻ്റെ പത്രക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞിരുന്ന ചില സംഗതികളുടെ അല്ലെങ്കിൽ ചില പ്രചരിച്ചിരുന്ന വാർത്തകളുടെ നിജസ്ഥിതി അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൽ നിന്ന് തിരുത്തി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഒന്ന്, ആ സ്ഥലത്ത് 400 കുടുംബങ്ങളോ 300 കുടുംബങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വാർത്ത പ്രചരിച്ചപ്പോൾ സാധാരണ നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തനങ്ങൾ, ദൃശ്യമാധ്യമ പ്രവർത്തകർ കത്തിക്കുന്നത് പോലെ 300, 400, 500 ഒക്കെയാണ് കത്തിച്ചു തുടങ്ങിയത്. അവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങളുടെ എണ്ണം 167 ആണെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞിരുന്നൊരു കാര്യം, കഴിഞ്ഞ 10-40 വർഷക്കാലമായി, 38 വർഷക്കാലമായി എന്നൊക്കെ ആണ് പറഞ്ഞിരുന്നത്. ഞാനും ഇതൊക്കെ വീഡിയോയിൽ ആവർത്തിച്ചിരുന്നു. ഈ പറയുന്നതിന് നമ്മൾ അവലംബമായി സ്വീകരിച്ചത് നമ്മുടെ ഇവിടുത്തെ മാധ്യമ വാർത്തകളാണ്. യഥാർത്ഥത്തിൽ കർണാടക സർക്കാരിൻ്റെ പത്രക്കുറിപ്പ് പ്രകാരം 2020-21 കാലഘട്ടം മുതലാണ് അവിടെ ഈ അനധികൃത താമസങ്ങൾ തുടങ്ങിയത്. അതായത് കേവലം 4-5 വർഷം മാത്രമാണ് അവിടെ ഈ താമസം തുടങ്ങിയത്. മൂന്നാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടും ഉപമുഖ്യമന്ത്രിയോടും നേരിട്ട് അപ്പോൾ തന്നെ ബന്ധപ്പെട്ട KC വേണുഗോപാലിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയും നിർദ്ദേശമാണ് ഇത്തരമൊരു പാക്കേജിൽ വളരെ പെട്ടെന്ന് എത്തുന്നതിന് കാരണമായത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ പറയുന്ന സംഭവത്തിൽ ആദ്യം തന്നോടും DK ശിവകുമാറിനോടും KC വേണുഗോപാൽ ഇത് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടപ്പോൾ ഇത് അംഗീകരിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാവുന്നതുപോലെ കർണാടകയിലെ അധികാര രാഷ്ട്രീയത്തിൻ്റെ സംവിധാനങ്ങളിൽ ഇന്ന് അന്തിമ തീരുമാനമെടുക്കേണ്ട രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വന്തം ആളെന്നുള്ള നിലയിൽ, സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി ഉപയോഗിക്കപ്പെട്ടത് എന്നതാണൊരു വാസ്തവം. ഇനി വിഷയത്തിലേക്ക് വരാം, അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിലേക്ക് വരാം. പത്രക്കുറിപ്പ് പറയുന്നത്, കൊഗിലു ലേഔട്ടിലെ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച 167 ഷെഡുകൾ ഡിസംബർ 27-ന് ഒഴിപ്പിച്ചു. സർക്കാർ ഭൂമിയായതിനാൽ എല്ലാവർക്കും നോട്ടീസ് നൽകുകയും ഒഴിയാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവർ ഒഴിഞ്ഞു മാറിയില്ല. ഒഴിപ്പിക്കൽ അനിവാര്യമായിരുന്നു. ഇന്നലെ ഞാൻ ഭവനമന്ത്രി സമീർ അഹമ്മദ് ഖാനെയും എൻ്റെ രാഷ്ട്രീയ സെക്രട്ടറി നസീർ അഹമ്മദിനെയും സ്ഥലത്തേക്ക് അയച്ചിരുന്നു. ഇന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഉദ്യോഗസ്ഥരോടൊപ്പം സന്ദർശിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ജില്ലാ കളക്ടർ ഈ 15 ഏക്കർ ഭൂമി മുനിസിപ്പൽ കോർപ്പറേഷന് കൈമാറി. കോർപ്പറേഷൻ കരമാലിന്യം നിക്ഷേപിച്ചു വരികയായിരുന്നു. ഭൂമി അവരുടെ കൈവശമാണ്. 2020-21 മുതൽ അവർ അനധികൃതമായി ഷെഡുകൾ നിർമ്മിച്ച് ഈ രീതിയിൽ താമസിച്ചിരുന്നു. അതിനാൽ ഞാൻ നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പിനും മുനിസിപ്പൽ കോർപ്പറേഷൻ അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തഹസിൽദാർമാരുടെയും ശിരസ്താർദാർമാരുടെയും അറിവില്ലാതെ ഇത്തരം കയ്യേറ്റം നടക്കില്ല. ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ കുറ്റക്കാർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും. ഇനി മുതൽ ഏതെങ്കിലും കാരണവശാൽ സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറ്റം ചെയ്യുന്നത് തടയാൻ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വീട് നിർമ്മിച്ചാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കും. അടുത്ത 2 ദിവസത്തിനുള്ളിൽ അനധികൃതമായി നിർമ്മിച്ച ഷെഡുകളിൽ താമസിച്ചിരുന്നവരെ കണ്ടെത്തി പട്ടിക നൽകാൻ ജില്ലാ കളക്ടറെയും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെയും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അർഹരായ ഇരകൾക്ക് ബദൽ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന നിഗമനത്തിൽ സർക്കാർ എത്തിയിരിക്കുന്നു. അനധികൃത ഷെഡുകൾ ഒഴിപ്പിക്കുന്ന വിഷയം KC വേണുഗോപാൽ ഡൽഹിയിൽ വെച്ച് എന്നോടും പിന്നീട് DK ശിവകുമാറിനോടും ചർച്ച ചെയ്തു. ബദൽ ക്രമീകരണങ്ങൾ ഞാൻ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി കമ്മീഷണറോടും നഗരവികസന വകുപ്പ് സെക്രട്ടറിയോടും ഭക്ഷണം, താമസം, താൽക്കാലിക പാർപ്പിടം എന്നിവ ഒരുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3 സ്ഥലങ്ങളിൽ അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടും താമസക്കാർ പോയിട്ടില്ല.
DK ശിവകുമാർ, ഭവനമന്ത്രി ജമീർ അഹമ്മദ്, പ്രാദേശിക MLA കൃഷ്ണബൈര ഗൗഡ എന്നിവരുമായി ഞാൻ സംസാരിക്കുകയും ബദൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ബയ്യപ്പനഹള്ളിയിലെ സർവേ നമ്പർ 23-ൽ ഏകദേശം 1087 വീടുകളുണ്ട്. ഉദ്യോഗസ്ഥരിൽ നിന്ന് അർഹരായ ആളുകളുടെ പട്ടിക ലഭിച്ച ശേഷം ബയ്യപ്പനഹള്ളിയിലെ ബഹുനില കെട്ടിടത്തിൽ അവർക്ക് വീടുകൾ അനുവദിക്കും. കുകിലുവിൽ നിന്ന് വെറും 7 കിലോമീറ്റർ അകലെയാണിത്. ഒരു വീടിൻ്റെ വില ഏകദേശം 11.2 ലക്ഷമാണ്. അത് ഞങ്ങൾ നൽകും. ജനറൽ വിഭാഗം, പട്ടികജാതി വിഭാഗങ്ങൾ എന്നിവർക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാർ സബ്സിഡികൾ ലഭ്യമാണ്. കൂടാതെ GBAയിൽ നിന്ന് ഒരു വീടിന് 5 ലക്ഷം രൂപ നൽകാനും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ സബ്സിഡികളും ഉൾപ്പെടെ ജനറൽ വിഭാഗത്തിന് 8,70,000 രൂപ ലഭിക്കും. അവർ SC/ST ആണെങ്കിൽ അത് 9.5 ലക്ഷമായിരിക്കും. തുടർന്ന് 2.5 ലക്ഷം ജനറൽ വിഭാഗത്തിന് വായ്പയായി നൽകണം. SC/ST വിഭാഗത്തിന് 1,70,000 രൂപ വായ്പ നൽകും. ഈ വായ്പ നൽകുമെന്ന് സമീർ അഹമ്മദ് ഖാൻ പറഞ്ഞു. നാളെ ഉദ്യോഗസ്ഥർ 2 ദിവസത്തേക്ക് ഭൂമി പരിശോധിക്കും. ജനുവരി 1-ന് പുതുവത്സരത്തിൽ ആദ്യ ദിവസം അവർക്ക് താമസിക്കാൻ വീടുകൾ നൽകാനുള്ള ഉത്തരവാദിത്വം ഭവനമന്ത്രി സമീർ അഹമ്മദ് ഖാന് നൽകിയിട്ടുണ്ട്. അനധികൃതമായി നിർമ്മിച്ച വീടുകളിലാണ് അവർ താമസിക്കുന്നതെങ്കിലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞങ്ങൾ അവർക്കായി ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ദരിദ്രർക്ക് അഭയം നൽകുന്നതിനായി ഞങ്ങൾ 1 ലക്ഷം വീടുകൾ നിർമ്മിച്ചു. അനധികൃതമായി വീട് നിർമ്മിച്ചവർക്ക് സർക്കാർ വീടുകൾ നിർമ്മിച്ചു നൽകും. ഇത് ഈ കേസിന് മാത്രമേ ബാധകമാവുകയുള്ളൂ. അനധികൃത ഷെഡുകൾ നിർമ്മിക്കാൻ അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കും. ഇതാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ വ്യക്തമായ കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ രാജ്യത്ത് ആദ്യമായി 4 വർഷം അനധികൃതമായി താമസിച്ച ഒരു കുടുംബത്തിന്, ഒരു രേഖയും ഇല്ലാത്തവർക്ക്, ഒരു പേപ്പറും ഇല്ലാത്തവർക്ക് 11.5 ലക്ഷം രൂപയുടെ വീടാണ് നൽകുന്നത്. ചില പ്രൊഫൈൽ പേജുകളിലൊക്കെ പോസ്റ്റുകളിലൊക്കെ അവർ 2.5 ലക്ഷം രൂപ ഇടണം, അവർ 3 ലക്ഷം രൂപ ഇടണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കേട്ടു. സത്യത്തിൽ ഈ അനധികൃതമായി താമസിച്ചു എന്നുള്ളതൊന്ന്, അവർക്ക് 11.25 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് 7 കിലോമീറ്റർ അപ്പുറം, ബാംഗ്ലൂരിലാണ്, 7 കിലോമീറ്റർ അപ്പുറം അനധികൃതമായി ഈ നിർമ്മിച്ചവർക്ക് ഫ്ലാറ്റ് നൽകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, എനിത്തിങ് ഫ്രീ ഹാസ് നോ വാല്യൂ എന്നാ. അങ്ങനെ ചെയ്യാനേ പാടില്ല. അവരുടെ വിഹിതം ഉണ്ടാവണം. ഇത് കർണാടക സർക്കാർ മാത്രം പറഞ്ഞതല്ല. കേരളത്തിൽ ഒരു അനധികൃത പ്രവർത്തനവും ഇല്ലാത്ത ഭവനരഹിതർക്ക് നമ്മൾ പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകുന്നതിന് കൊടുക്കുന്നത് 3 ലക്ഷം രൂപ, 3.5 ലക്ഷം രൂപ, അല്ലെങ്കിൽ 4 ലക്ഷം രൂപയൊക്കെയാണ്. ഈ കേരളത്തിൽ ഒരു കാരണവശാലും ആ കൊടുക്കുന്ന ഡിസൈൻ വെച്ച് ഈ തുകയ്ക്കൊരു വീട് വെക്കാനാവില്ല. അവർ നാട്ടിലൊക്കെ നടന്ന് വട്ടിപ്പലിശയ്ക്ക് കാശ് ഭിക്ഷയെടുത്തും പലിശയ്ക്ക് കാശ് വാങ്ങിച്ചും വെച്ച ശേഷം ഗതിയില്ലാതെ അലഞ്ഞു തിരിയുന്ന അനേകായിരങ്ങൾ, 10,000-ങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. ഈ നാട്ടിൽ നിന്നുകൊണ്ട് അവിടെ 2.5 ലക്ഷം രൂപ അല്ലെ 3 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായി ഇവരെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നൊന്നും പറഞ്ഞ് വല്ലാണ്ട് നിലവിളിച്ച് കളയരുത്. ഈ ഗുണഭോക്തൃ വിഹിതമൊക്കെ പണ്ട് നമ്മൾ 10-20 വർഷമായി കേരളത്തിലെ വിവിധ പദ്ധതികളിൽ അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മുടെ തോമസ് ഐസക് സാറൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ള കാലമാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇതുപോലൊരു സ്കീം എങ്ങും ഉണ്ടാവില്ല. ഈ ദേശീയപാതയോരത്ത് സ്ഥലങ്ങളെടുത്തപ്പോൾ കയറിയിരുന്നവരും പിന്നെ 10, 50, 60 വർഷമായി പെട്ടിക്കട നടത്തിയവരും ഒക്കെയായി ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അവർ ഇരുന്ന സ്ഥലത്തിനനുസരിച്ച് വേറെ ഏതാണ്ട് ലക്ഷങ്ങൾ കൊടുത്തോ, കോടികൾ കൊടുത്തോ. പോട്ടെ, കേരളത്തിൽ എത്രയോ പേരുണ്ട് അങ്ങനെ സ്വന്തം സ്ഥലം സർക്കാർ നൽകിയത് ഓരോ ആളുകൾ ചെന്ന് കൈവശപ്പെടുത്തി സ്വന്തമാക്കി എടുത്ത് ഭവനരഹിതരായ 10,000-കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അതുപോലെ കർണാടകയിലും ഉണ്ടാവും. പക്ഷേ ഇതിൽ തീർച്ചയായും ഒരു മാനവികമായ ഇടപെടൽ അതിശക്തമായി ഉണ്ടായിരുന്നു. അത് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നാണെന്നും ആ KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സമ്മർദ്ദം അടിയന്തരമായി ഉണ്ടാകാൻ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം ഒരു കാരണമായി എന്നും പറയുന്നതിൽ തെറ്റില്ല. ഏതായാലും ഭംഗിയായിട്ടാണ് ഇത് അവസാനിച്ചത്. ഞാൻ പറഞ്ഞത്, ഇനി ഒരിക്കൽ പോലും ഇത്തരമൊരു മാതൃക ഒരിക്കലും ഒരു അനുകരണീയ മാതൃകയല്ല. അങ്ങനെ ഒരാളും സർക്കാർ ഭൂമിയിൽ കയറി കുടില് കെട്ടി താമസിക്കാൻ അനുവദിക്കാൻ പാടില്ല. അതുമാത്രമല്ല, വെറും 4 വർഷത്തേക്കാണ് ഇത് നൽകുന്നത്. 10, 15 വർഷം നൽകിയവരെ വാരി വലിച്ച് പുറത്തിട്ട് കളയുന്നുണ്ട്. ആ സ്ഥാനത്താണ് ഇത്രയും പ്രൈം ലാൻഡിൽ ഈ മാലിന്യ കൂമ്പാരത്തിന് സൈഡിൽ ഈ 4 വർഷത്തേക്ക് താമസിച്ച ആളുകൾക്ക് ഈ സംഗതി നൽകുന്നത്.